So hello guys, welcome to our channel. Unboxing ആണ് Insta360യുടെ Ace Pro 2 co-engineered with Leica lens ആണ് പവർ ചെയ്തിരിക്കുന്നത്. 8K AI powered action ക്യാമറ ആണ്. ഇത്രയും ചെറിയൊരു ക്യാമറയിൽ 8K സെൻസർ വരുന്ന പിന്നെ അണ്ടർ വാട്ടർ പോകാൻ നേരത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യാപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ദാറ്റ്സ് ഇറ്റ്. സിമ്പിളായിട്ടുള്ളൊരു ബോക്സ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഒരു ചാർജറുണ്ട്, USB-C to USB-C കേബിൾ, പിന്നെ ഒരു സിലിക്കൺ ജെല്ല്, പിന്നെ ഒരു റബ്ബർ സാധനം കൂടിയാണ്. പിന്നെ ഇൻസ്റ്റയുടെ എപ്പോഴും ഒരു സ്റ്റിക്കർ കൊടുക്കും അവർ, എവിടെയെങ്കിലും ഒട്ടിക്കാൻ വേണ്ടിയായിരിക്കണം. ബാറ്ററി എത്ര mAh ആണെന്ന് നോക്കാം. 1800 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് റിവേഴ്സ് ചാർജ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ചാർജ് ചെയ്ത് നമ്മുടെ ഫോണോ ബ്ലൂടൂത്ത് സ്പീക്കറോ അങ്ങനെയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു ഫീച്ചർ ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ലെൻസ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് നോക്കാം. Ace 2 Pro. പിന്നെ ഇവിടെ പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ തൊട്ടടിയിലായിട്ട് USB പോർട്ടും വരുന്നുണ്ട്, മൈക്രോ SD-യുടെ ഒരു പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ബാറ്ററി വരുന്നത്. നമുക്ക് ഈ സാധനം പുറത്തോട്ട് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഇതുള്ള ബാറ്ററി എന്ന് തോന്നുന്നത് തെറിച്ചു എൻ്റെ കയ്യിൽ. അപ്പോൾ ബാറ്ററി ഇട്ടു. പിന്നെ ഇതിൻ്റെ ഫ്ലിപ്പ് സ്ക്രീന് നമുക്ക് നോക്കാം. ഇവിടെ 2 ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കിയിട്ടാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഫ്ലിപ്പ് ആവില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും. അടിയിൽ remove the sticker before powering on the camera. Avoid direct skin contact with the heat area after prolonged camera use. ഇപ്പോൾ ഇത് ഓൺ ചെയ്ത് നോക്കാം. ഇനീഷ്യൽ സെറ്റപ്പിൽ ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പാണ് കാണുന്നത്. ഇതിൻ്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ബേസിക് സെറ്റപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ്. പിന്നെ അവർ പറയുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണ്. ഇപ്പോൾ ആപ്പിൽ തന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്തു Ace Pro ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഞാൻ കണക്റ്റ് ആക്കി. ഇപ്പോൾ ബ്ലൂടൂത്തായിട്ട് കണക്റ്റ് ചെയ്യുവാണ്. പിന്നെ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കൺഫേം ചെയ്യുന്ന സംഭവം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ട്. കൺഫേം. അപ്പോൾ ബാക്കി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറും പിന്നെ ലോഗ് പ്രൊഫൈലും പിന്നെ സ്റ്റഡി ഷോട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഫേംവെയർ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്യുക. പുതിയ ഫേംവെയർ വെച്ച് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം അതിൽ ന്യൂ ഫീച്ചർ കുറേ ബഗ് റിമൂവ് ചെയ്തിട്ടുണ്ടാവാം. ഇതിൽ ആക്ടിവേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുവാണ്. ഇതൊക്കെ ചെയ്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ. അതാണ് ഇതിൻ്റെ ഒരു
ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ പണ്ടത്തെ പോലെ ക്യാമറ ഓൺ ചെയ്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ ജനറേഷനോട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ഫോർമാലിറ്റീസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൈൻ ഇൻ ചെയ്യണം, അല്ലാതെ ചുമ്മാ റാൻഡായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ അൺബോക്സിങ്. നമുക്കതപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇനി ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സൈഡ് ലെഫ്റ്റ് ഓൺ ദി എഡ്ജ് സ്ക്രീൻ ടു ഫോർ ഷൂട്ടിംഗ്. അപ്പോൾ ഷൂട്ടിംഗ് മോഡ് മൊത്തം ലെഫ്റ്റിലോട്ട് സ്ക്രീൻ തിരിക്കുമ്പോൾ തന്നെ കിട്ടും. ഓട്ടോ ഉണ്ട്, മാനുവൽ ഉണ്ട്, പിന്നെ കളറുണ്ട്, സ്റ്റാൻഡേർഡ് പ്രൊഫൈലുണ്ട്, ലൈക്ക ഉണ്ട്, വിവിഡ്, പിന്നെ മെയിനായിട്ട് ലൈക്കയുടെ ഒരു കളേഴ്സ് ഉണ്ട്. അതാണ് കുറേ ആൾക്കാർ ഈ ഒരു ലെൻസ് പ്രിഫർ ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളൊരു കാരണം തന്നെ. ലൈക്കയുടെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഐലോഗ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. നമുക്കത് പിന്നീട് എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഐലോഗിൽ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി നമുക്ക് റൂം ചെയ്യാൻ പറ്റും, കളർ കറക്റ്റ് ചെയ്യാനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും, പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും, ഫേസ് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി. ഫേസ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ലിറ്റായിട്ടിരിക്കും. ബാക്കി ഇത്തിരി കൂടി ബാക്കിൽ ഇത്തിരി കൂടി കളർ ഇതാണെങ്കിലും നമ്മൾ ഇത്തിരി അത്യാവശ്യം നല്ലതായിട്ട് ഫോക്കസ് ആയിട്ടിരിക്കും. പിന്നെ ബ്ലർ റിഡക്ഷൻ, പിന്നെ ഷാർപ്നെസ്, വീഡിയോ ഷാർപ്നെസ് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്നെസ് കൂട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ആൾക്കാരൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി സോഫ്റ്റായിട്ട് വെക്കുന്നതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റത്തെ മെനു. പിന്നെ മേളിലോട്ട് കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ 8K ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. 8Kൻ്റെ ആവശ്യമില്ല, കാരണം ഒട്ടുമിക്ക ടി വികളും ഇപ്പോൾ 4K ആണ്. 8K ടി വി വരുന്നത് ഭയങ്കര അപൂർവമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതിലായി 30, 25, 24 മാത്രമേ ഉള്ളൂ. പിന്നെ 4Kയിലാണെന്നുണ്ടെങ്കിലാണ് ഇത്തിരി കൂടി നമുക്ക് 120യിലും പിന്നെ 60യിലും ഇട്ട് കളിക്കാൻ പറ്റുന്നത്. പിന്നെ 2.7K ഉണ്ട്, പിന്നെ 10p ഉണ്ട്. നമുക്കൊരു 4Kയിൽ ഒരു 60 ആണ് ഒരു സ്റ്റാൻഡേർഡ് അത്യാവശ്യം കാര്യങ്ങൾ. പിന്നെ ആക്റ്റീവ് HDR ഓണാണ്. പിന്നെ റേഷ്യോ പല റേഷ്യോ ഉണ്ട്. 4:3, 16:9. സ്റ്റെബിലൈസേഷൻ സ്റ്റാൻഡേർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്യൂറേഷൻ ഇൻഫിനിറ്റിയാണ്. നമുക്ക് 15 സെക്കൻഡ് കൊടുക്കാം, 30 സെക്കൻഡ്, 1 മിനിറ്റ്, 3 മിനിറ്റ് ഒരു ലൂപ്പ് പോലെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഇതും കൊടുക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറേ നോട്ടിഫിക്കേഷൻ പോലെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ക്യാപ്ചർ, അതായത് പ്രസ് ചെയ്ത് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ക്ലിപ്പ് അവർ ഓൾറെഡി ചെറിയൊരു സെക്കൻഡിലെ ക്ലിപ്പ് അവർ ഓൾറെഡി ഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിടാം. പിന്നെ റൊട്ടേഷൻ ലോക്ക് ഓൺ ഓഫ്, പിന്നെ ഗെസ്റ്റർ കൺട്രോൾ ഇത് ഓണാക്കി ഇടുവാണെങ്കിൽ നമുക്ക് പാം റേസ് ചെയ്തുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ പീസ് സൈനും. ഇത് രണ്ടുമാണ് ഗെസ്റ്റർ കൺട്രോളിൽ വരുന്നത്. പിന്നെ ഉള്ളത് AI ഹൈലൈറ്റ് അസിസ്റ്റാണ്. അവർ അനലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് കേട്ടോ പ്രീ റെക്കോർഡിങ്. സോ ഇതാണ് പ്രീ റെക്കോർഡിങ്. ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു 30 സെക്കൻഡ് മുമ്പേ അവർ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കും, 15 സെക്കൻഡ് മുമ്പേ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കും എന്ന് പറയുന്നത്. പിന്നെ ഒരു എൻഡ്യൂറൻസ് മോഡാണ്, അത് ഇത്തിരി കൂടി ബാറ്ററി സേവ് ചെയ്യും. അണ്ടർ വാട്ടർ മോഡുണ്ട്, സ്ക്രീൻ ലോക്ക് ഉണ്ട്, പിന്നെ ഗ്രിഡ് നമുക്ക് നോക്കാൻ വേണ്ടി എത്ര ഫ്രെയിമിലാണെന്നൊക്കെ. പിന്നെ വോയിസ് കൺട്രോൾ ഉണ്ട്, മൈക്ക് സെറ്റിംഗ് ഉണ്ട്, സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് ഉണ്ട്. അതൊക്കെ കുറച്ച് നോക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ സ്ക്രീൻ റീഡിങ് അതെന്താണെന്നറിയില്ല. റിമോട്ട് ഷട്ടർ, അതിൻ്റെ റിമോട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ, അത് വെച്ച് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ്. വൈഫൈ ഓൺ, SD കാർഡില്ല, കാലിബ്രേഷൻ, അങ്ങനെ
ഇതൊക്കെയാണ് മെയിൻ സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ എന്ന് പറയാൻ തന്നെ. പിന്നെ ഇമേജ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് സൂമാണ്, ചെറിയൊരു സൂം. ഇമേജ് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഫോട്ടോ മോഡുണ്ട്, വീഡിയോ മോഡുണ്ട്, പ്യുവർ വീഡിയോ മോഡുണ്ട്, അത് നൈറ്റ് എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഫ്രീ ഫ്രെയിം വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാം. 16:2 അല്ലെങ്കിൽ പോർട്രേറ്റോ വെർട്ടിക്കലോ ഏത് രീതിയിലും വേണമെങ്കിൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ നിർത്താൻ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ ടൈം ഷിഫ്റ്റ്, ടൈം ലാപ്സ്, പിന്നെ ഡാഷ് ക്യാമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ലൂപ്പിംഗ് വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് വണ്ടിയുടെ മുകളിൽ വണ്ടിയുടെ അവിടെ വെക്കുവാണെങ്കിൽ ഇത്രയും മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൂപ്പായിക്കൊണ്ടിരിക്കും. അയ്യോ, നേരത്തെ എടുത്ത മെനു അവിടെ പോയി. ബട്ടൺ ഓപ്പറേഷൻ, ഇതാണ് ഷട്ടർ ബട്ടൺ എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പായിട്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇത് ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ, അതായത് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് സാധനം ഡിലീറ്റ് ആവും. ഇങ്ങനെ അടുത്ത സ്ക്രീനിലോട്ട് പോകണം. സ്കിപ്പ് ഉണ്ട്, പക്ഷേ എനിക്ക് ഇതിൻ്റെ മെനൂസൊക്കെ കാണണം. ഓക്കെ. പിന്നെ ക്വിക്ക് പ്രസ് പവർ സ്വിച്ച്, ഷൂട്ടിംഗ് മോഡ്, ലോങ് പ്രസ് പവർ ഓഫ്. ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫാകും, പിന്നെ അത് ചെറുതായിട്ട് ഓഫ്. റിലീസ് സ്വിച്ച്, പ്രസ് ആൻഡ് ഹോൾഡ് ഓൺ ലോക്ക് ടു ഫ്ലിപ്പ് സ്ക്രീൻ. ലോക്ക് ഫ്ലിപ്പ് ചെയ്താൽ ഫ്ലിപ്പ് സ്ക്രീൻ്റെ ഇത് ലോക്ക് മാറ്റിയാലേ അത് ഫ്ലിപ്പ് ആവുള്ളൂ. അതൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഉടനെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോക്കാണ്, മാഗ്നറ്റിക് ആണ് ലോക്ക്. ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ തന്നെ സംഭവം ലോക്കായി. പിന്നെ ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താലേ റിലീസ് ആവുള്ളൂ. ഇതാണ് Insta360യുടെ അൺബോക്സിങ് വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അതിൻ്റെ ആൻസർ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.